പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. എല്ലാവിധ രോഗങ്ങൾക്കും ഫലപ്രദമായ ആയുർവേദ ചികിത്സ, വിട്ടുമാറാത്ത തലവേദനയ്ക്ക് പരിപൂർണ മുക്തി, പരമ്പരാഗത രീതിയിൽ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക ചികിത്സാ പാക്കേജ്, ചികിത്സയ്ക്കായുള്ള മരുന്നുകൾ സ്വന്തം ഔഷധശാലയിൽ നിർമ്മിക്കുന്നു. അർഹരായവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ. ആയുസ്സിന്റെ വേദം ആയുർവേദം. ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഓൾഡ് NKN ഹോസ്പിറ്റൽ, സൗത്ത് കുമ്പളങ്ങി. ഫോൺ 8606240012 9656240012. വനിതാ സംരംഭകർക്കായി 3 കോടിയിലേറെ രൂപ വിതരണം ചെയ്ത് കിഡ്സിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി സെയിന്റ് മൈക്കിൾസ് കത്തീഡ്രൽ പള്ളി പാരിഷ് ഹാളിൽ 2026 മാർച്ച് 7 വനിതാ സംരംഭകർക്കായി 3,14,00,000 രൂപ വിതരണം ചെയ്ത് ലോകം വനിതാ ദിനം ആഘോഷിച്ചു. കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റെവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അധ്യക്ഷനായിരുന്ന യോഗത്തിൽ തിരുവനന്തപുരം കിഫ്ബി അഡീഷണൽ CEO മിനി ആന്റണി IAS ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ ചരിത്രത്തിൽ ദൃശ്യരായി തുടങ്ങിയത് എന്നു മുതലാണ്. വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മളും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഈ നവോത്ഥാന കാലമെന്ന് നാം പറയുന്ന 1875 മുതൽ 1925 വരെയുള്ള ഒരു കാലഘട്ടത്തിന് മുൻപ് സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു ഉയർന്ന ചിന്ത അല്ലെങ്കിൽ തീക്ഷ്ണമായ വേദനയോടുകൂടിയ ഒരു സാമൂഹ്യ ചിന്ത എവിടെയെങ്കിലും ചരിത്രഗതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അത് ഉദയംപേരൂർ സൂനഹദോസിലാണെന്ന്. കാനോനകളിൽ മാത്രമാണ് ഇന്ന് മേരി റോയ് എന്ന് പറയുന്ന നമുക്കൊക്കെ അറിയുന്ന അരുന്ധതി റോയിയുടെ അമ്മയായ പ്രശസ്തയായ വനിത സുപ്രീം കോടതി വരെ പോയി പോരാട്ട വീര്യത്തോടെ നേടിയെടുത്ത പിതൃസ്വത്തിലെ അവകാശം മുതൽ ബാലവിവാഹങ്ങൾ തടസ്സപ്പെടുത്തുന്നത് വരെയുള്ള ഒരുപാട് പരിഗണനകൾ അല്ലെങ്കിൽ നിബന്ധനകൾ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്ന ഒരു സാമൂഹ്യ രേഖ അഭിപ്രായത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നത് 1996 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജനപ്രാതിനിധ്യ നിയമത്തിലെ അങ്ങേയറ്റം വിപ്ലവകരമായ ഒരു മാറ്റത്തിലൂടെ 30% സ്ത്രീകൾ തദ്ദേശ ഭരണത്തിൽ പങ്കാളികളായ ഒരു മാറ്റം. ആ ഒരു മാറ്റമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ സ്ത്രീ മുന്നേറ്റത്തെ ശക്തമായ ഒരു തലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. എനിക്ക് തോന്നുന്നു 96 ശേഷമുള്ള 2026 വരെയുള്ള 3 ദശകങ്ങൾ കേരള സമൂഹത്തിലെ സ്ത്രീയുടെ വളർച്ചയിൽ വളരെ ശക്തമായ അടയാളപ്പെടുത്തലുകളുടെ ഒരു കാലമാണ്. ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ആയിരിക്കുന്ന ഈ മിനി ആന്റണി നമ്മോട് പറയുന്നത് വനിതകൾ അവർ മുന്നോട്ട് വന്ന് ഒരുപാട് പ്രവർത്തിക്കുവാനുണ്ട്, ധീരമായ ശക്തിയുള്ളവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഈ സാന്നിധ്യം തന്നെ വലിയ അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് മുഖ്യ അതിഥിയായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന കുമാരി ആഗ്ര മോഹൻ നമ്മോട് പറയുന്നത് എനിക്ക് ഉള്ള കഴിവുകൾ ഞാൻ പുറത്തെടുത്ത് അത് എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുത്ത് മറ്റുള്ളവർക്ക് ആശയും അതുപോലെ സഹായം ചെയ്യുവാനായിട്ട് എൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ട്. ആയതിനാൽ നമ്മോട് ഓരോരുത്തരും പറയുന്നത് നമുക്കെല്ലാവർക്കും കഴിവുകളുണ്ട്. ഈ കഴിവുകളൊക്കെ പുറത്തെടുക്കുവാനായിട്ട് അത് ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വ്യക്തിയും പ്രവർത്തിക്കണമെന്ന് ഓർമ്മ. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സിനിമ ആർട്ടിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ
ആദ്ര മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. യോഗത്തിൽ തൃശൂർ ഹാൻഡിക്രാഫ്റ്റ് ഓഫീസർ ദർശന മുഖ്യപ്രഭാഷണം നടത്തി. സെബിൻ ആന്റണി, തൃശൂർ ലീഡ് ബാങ്ക് മാനേജർ അജയ് EK, കിഡ്സ് അസോസിയേറ്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ വിനു പടമാട്ടുമൽ, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കൗൺസിലർ ഷൈബി ജോസഫ്, മികച്ച സംരംഭകയായ മീര, കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ നിഖിൽ മുട്ടിക്കൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് കിഡ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SSG അംഗങ്ങളായ 240 വനിതാ സംരംഭകർക്ക് തൃശൂർ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ AGM വേണുഗോപാൽ 1.5 കോടി രൂപയും, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ റെമി TR 78 വനിതാ സംരംഭകർക്ക് 64 ലക്ഷം രൂപയും, മൂത്തകുന്നം ബ്രാഞ്ച് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജർ സ്വാതി KS 5 SSG ഗ്രൂപ്പുകൾക്ക് 50 ലക്ഷം രൂപയും, ഫെഡറൽ ബാങ്ക് മാനേജർ അഖിൽ ബാബു 50 ലക്ഷം രൂപ, 25 JLG ഗ്രൂപ്പുകൾക്ക് വായ്പകൾ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കിഡ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മികച്ച വനിതാ സംരംഭകരെയും സ്വയം സഹായ സംഘങ്ങളെയും അവാർഡ് നൽകി ആദരിച്ചു. സ്ത്രീകളെ സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് കിഡ്സ് എന്നും പ്രതിജ്ഞാബദ്ധമാണ്. ജാതിമത ഭേദമന്യേ 7000-ഓളം സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനൊരുങ്ങുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് കിഡ്സ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. യോഗത്തിൽ 700-ഓളം സ്ത്രീകൾ പങ്കെടുത്തു. സ്വയം സഹായ സംഘങ്ങളിലെ സംരംഭങ്ങളുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ.